ശ്രീമതി ശൈലജ രാമചന്ദ്രൻ, ഒറ്റപ്പാലം സ്വദേശിനി. തന്റെ ആദ്യത്തെ കൺമണി സെറിബ്രൽ പാൾസി രോഗബാധിതനാണെന്ന് അറിഞ്ഞ നിമിഷം ഒന്ന് പതറിപ്പോയെങ്കിലും വൈകാതെ അത്തരമൊരു കുഞ്ഞിനെ വളർത്താൻ തനിക്ക് ലഭിച്ച ഈശ്വര നിയോഗമാണ് അത് എന്ന് തിരിച്ചറിഞ്ഞ മാതൃത്വത്തിന്റെ ദീപ്തമുഖം. തന്റെ മകനെ ജീവനതുല്യം സ്നേഹിച്ച അമൂല്യനിധി പോലെ കൊണ്ടുനടന്ന, ഈശ്വരനെ പോലെ സേവിച്ച ഭിന്നശേഷിക്കാരനായ മകൻ തന്റെ പുണ്യമാണെന്ന് സാഭിമാനം ലോകത്തോട് വിളിച്ചു പറഞ്ഞ, തന്റെ ജീവിതം തന്നെ അവനെ പരിചരിക്കാനായി ഒഴിഞ്ഞുവെച്ച മാതൃദേവത. ഭിന്നശേഷി കുട്ടികളെ ഭാരമായി കാണുന്ന സമൂഹത്തിന് മുന്നിൽ ഭിന്നശേഷിക്കാരെ ആദരവോടെ കാണേണ്ടതാണെന്ന് സ്വയം പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുത്തി കൊടുത്ത മഹത് വ്യക്തിത്വം. മക്കൾ ഭിന്നശേഷിക്കാരായി പോയി എന്നോർത്ത് വിധിയെ പഴിച്ച് വിഷണ്ണരായി ഇരുന്നിരുന്ന നൂറുകണക്കിന് അമ്മമാർക്ക് ഉണർവും ഉന്മേഷവുമേകി അവരെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ധീരവനിത. ആളും ആരവവുമില്ലാതെ ഓരം ചേർന്ന് നടന്നുകൊണ്ട് സുശക്തമായി സാമൂഹ്യ പ്രവർത്തനം നടത്തിയ മഹത് വ്യക്തിത്വം. ഭിന്നശേഷിക്കാരായ അമ്മമാരെ ശാക്തീകരിക്കാനായി കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ തന്റെ അമൂല്യനിധിയായ ശരത് മോനുമൊത്ത് യാത്ര ചെയ്ത മനുഷ്യസ്നേഹി. ഭിന്നശേഷിക്കാരായ കുട്ടികളെയും രക്ഷാകർത്താക്കളെയും തന്റെ വീട്ടിൽ ആഴ്ചകളോളം താമസിപ്പിച്ച് അവരെ വിഐപികളെ പോലെ പരിചരിച്ച സ്നേഹദേവത. പകരം വയ്ക്കാനില്ലാത്ത സ്നേഹവാത്സല്യത്തിന്റെ മൂർത്തീഭാവമായ ആ ഐശ്വര്യദേവത നാൾക്കുനാൾ ജ്വലിച്ചുയരുന്നതിൽ അസൂയ പൂണ്ടിട്ടാവാം 2020 ജനുവരി 20 സർവേശ്വരൻ അവരെ തിരികെ വിളിച്ചു. അകാലത്തിൽ പൊഴിഞ്ഞുപോയ ശൈലജ രാമചന്ദ്രൻ എന്ന സമാനതകളില്ലാത്ത സാമൂഹ്യ പ്രവർത്തകയുടെ ദേഹം മാത്രമേ അപ്രത്യക്ഷമായിട്ടുള്ളൂ. ആ പുണ്യാത്മാവ് നൂറുകണക്കിന് ഭിന്നശേഷിക്കാരായ മക്കളുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിലെ ദീപസ്തംഭമായി ഇന്നും ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒറ്റപ്പാലത്തെ സമാനതകളില്ലാത്ത സാമൂഹ്യ പ്രവർത്തകയായിരുന്ന ശൈലജ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം അവരുടെ കുടുംബാംഗങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ വെള്ളി നക്ഷത്രങ്ങൾക്കായി ഏർപ്പെടുത്തിയ ദിവ്യപ്രഭാ പുരസ്കാരത്തിലൂടെ ഒറ്റപ്പാലത്തുകാരുടെ ശൈലേച്ചി അനശ്വരയാകട്ടെ.